The Bible says in Luke 4 and verse 18. ലൂക്കോസ് 4:18 വചനം പറയുന്നു. And in Isaiah 61 and verse 1. കൂടാതെ യെശയ്യാവ് 61 വാക്യത്തിലും Jesus came to set the captives free. യേശു ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ ഭൂമിയിലേക്ക് വന്നു. He came to set everyone who is bound and unable to move forward absolutely free. ബന്ധനത്തിൽ അകപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കാത്തവർക്ക് വിടുതൽ നൽകുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് One day വന്നു. when we went to our friend's house, ഒരു ദിവസം ഞങ്ങൾ ഒരു സ്നേഹിതന്റെ വീട്ടിലേക്ക് പോയി. as we entered the gate, ഞങ്ങൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് his പ്രവേശിച്ചപ്പോൾ dog, which was very ferocious, was barking. അദ്ദേഹത്തിന്റെ നായ് ഘോരമായി കുരയ്ക്കുകയായിരുന്നു. And we were afraid to enter in. ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുവാൻ But ഭയപ്പെട്ടു. then we saw എന്നാൽ പിന്നീടാണ് ഞങ്ങൾ അത് the ശ്രദ്ധിച്ചത്. dog was barking violently, but it was going round and round and round and round in circles. നായ ഭയങ്കരമായി കുരയ്ക്കുകയായിരുന്നു. എന്നാൽ അത് വട്ടം It never ചുറ്റുകയായിരുന്നു. came to attack us. അത് ഞങ്ങളെ ആക്രമിക്കുവാൻ മുന്നോട്ട് At that വന്നില്ല. moment our friend came ആ സമയത്ത് ഞങ്ങളുടെ സ്നേഹിതൻ പുറത്തു and വന്നു. he said, "Don't worry. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട. Don't worry about the dog." നിങ്ങൾ നായയെ കുറിച്ചോർത്ത് You വിഷമിക്കേണ്ട. see, when we bought the dog, ഞങ്ങൾ ഈ നായയെ വാങ്ങിയപ്പോൾ the previous owner had all the time tied this dog to a tree. ഈ നായയുടെ ആദ്യത്തെ ഉടമസ്ഥൻ എപ്പോഴും ഇതിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരുന്നു. It was tied all the time. ആ മനുഷ്യൻ എപ്പോഴും നായയെ So കെട്ടിയിട്ടിരുന്നു. lifelong this dog has been running around that tree. ആകയാൽ ജീവിതകാലം മുഴുവൻ ഈ നായ മരത്തിനു ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നു. It was in chains and it could not go away anywhere. It was running round the ആ tree. നായയെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. അതിന് എങ്ങോട്ടും പോകുവാൻ സാധിക്കില്ല. എന്നിരുന്നാലും അത് മരത്തിന് ചുറ്റും But ഓടിക്കൊണ്ടിരുന്നു. I bought the dog എന്നാൽ ഞാൻ നായയെ വാങ്ങിയപ്പോൾ and set it free. ഞാൻ അതിനെ അഴിച്ചുവിട്ടു. But still the dog thinks it is bound. എന്നാൽ ഇപ്പോഴും തന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നാണ് നായയുടെ വിചാരം. And today there is no tree. ഇന്നിവിടെ ഒരു മരവുമില്ല. There is no chain. ചങ്ങല കൊണ്ട് നായയെ But ബന്ധിച്ചിട്ടില്ല. still the dog is going round and round. എന്നിരുന്നാലും ഇപ്പോഴും നായ വട്ടം Many ചുറ്റിക്കൊണ്ടിരിക്കുന്നു. times we are also going round and round in the world. പലപ്പോഴും ഈ ലോകത്തിൽ നമ്മളും We ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. feel we are bound. നാം കെട്ടപ്പെട്ടവരാണെന്ന് നമുക്ക് But തോന്നുന്നു. tonight Jesus Christ is coming. എന്നാൽ ഇന്ന് യേശു വരുന്നു. He says, "I am the way. യേശു പറയുന്നു, I am ഞാനാകുന്നു the വഴി, truth. ഞാനാകുന്നു I സത്യം, am the life. ഞാനാകുന്നു ജീവൻ. I will go before you. ഞാൻ നിങ്ങൾക്ക് മുൻപായി I പോകും. will make the crooked path straight. ഞാൻ ദുർഘടങ്ങളെ നിരപ്പാക്കും. I will set an open door before you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു വഴി And തുറന്നു I will വയ്ക്കും. give you treasures that are ഞാൻ hidden. നിങ്ങൾക്ക് മറവിടങ്ങളിലെ ഗുപ്തനിധി നൽകും. I will give you riches that are in darkness. ഞാൻ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നൽകും. And you will find me. നിങ്ങൾ എന്നെ കണ്ടെത്തും. You will have eternal life. നിങ്ങൾക്ക് നിത്യജീവിതം You will have ലഭിക്കും. eternal life. നിങ്ങൾക്ക് നിത്യജീവിതം This ലഭിക്കും. is what Jesus says. ഇതാണ് യേശു പറയുന്നത്. I will set you free. ഞാൻ നിങ്ങളെ വിടുവിക്കും. Tonight he is here to set us free. ഇന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു ഇവിടെയുണ്ട്. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. When Jacob was blessing the tribes of Israel, who were his own children, യാക്കോബ് തന്റെ സ്വന്തം മക്കളായിരുന്ന ഇസ്രായേൽ ഗോത്രത്തെ അനുഗ്രഹിച്ചു ചൊല്ലുമ്പോൾ in Genesis 49 and verse 21, ഉൽപ്പത്തി 49:21 when he was blessing his son Naphtali, യാക്കോബ് തന്റെ മകനായ നഫ്താലിയെ he said, അനുഗ്രഹിക്കുമ്പോൾ "Naphtali is a deer let loose." യാക്കോബ് ഇപ്രകാരം പറയുന്നു, നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാണ്. Now he will have beautiful words. ഇപ്പോൾ അവൻ ലാവണ്യ വാക്കുകൾ Now സംസാരിക്കും. his life will be beautiful. അവന്റെ ജീവിതം മനോഹരമായിരിക്കും. The Bible says in Ecclesiastes 3:11, സഭാപ്രസംഗി 3:11 വചനം പറയുന്നു, God makes everything beautiful in our life in his ദൈവം time. നമ്മുടെ ജീവിതത്തിൽ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു He തീർക്കുന്നു. says, "I want to set you free like ദൈവം a പറയുന്നു, ഒരു deer പേടമാനിനെ പോലെ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ and make ആഗ്രഹിക്കുന്നു. everything beautiful." സകലവും ഭംഗിയുള്ളതാക്കി തീർക്കുവാനും Make everything beautiful. സകലതും ഭംഗിയുള്ളതാക്കി തീർക്കുവാനും. Today we are going to talk about deer. ഇന്ന് നമ്മൾ മാനിനെ കുറിച്ച് സംസാരിക്കുവാൻ പോകുന്നു. What does the deer do? എന്താണ് മാൻ ചെയ്യുന്നത്? If you read Psalm 42 and verse 1, നിങ്ങൾ സങ്കീർത്തനം 42:1 the Bible വായിക്കുകയാണെങ്കിൽ says, "As a deer pants for streams of വേദപുസ്തകം water, പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ my കാക്ഷിക്കുന്നത് പോലെ soul pants for you, O God." ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. Just like a deer, God sets our spirit free to long for the living അതെ, God. ജീവനുള്ള ദൈവത്തിനായി ആഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു മാനിനെ പോലെ നമ്മുടെ ആത്മാവിനെ Until സ്വതന്ത്രമാക്കുന്നു. now your spirit has been bound with the worldly pleasures. ഇതുവരെ ലോകമോഹങ്ങൾ നിമിത്തം നിങ്ങളുടെ ആത്മാവ് ബന്ധനത്തിലായിരുന്നു. Your spirit has been bound with fear. നിങ്ങളുടെ
നിങ്ങളുടെ ആത്മാവ് ഭയം നിമിത്തം ബന്ധനത്തിലായിരുന്നു. Your spirit has been bound with the anxiety about the future of your life. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ നിമിത്തം നിങ്ങളുടെ ആത്മാവ് ബന്ധനത്തിലായിരുന്നു. Parents are concerned about the children. മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു. But the Bible says, എന്നാൽ വചനം പറയുന്നു, God says, ദൈവം പറയുന്നു, I'm going to set you free. ഞാൻ നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. From now on, ഇനി മുതൽ you're going to long for നിങ്ങൾ God. ദൈവത്തിനായി ദാഹിക്കുവാൻ Every പോകുന്നു. one of us is going to long for നാം God. ഓരോരുത്തരും ദൈവത്തിനായി ദാഹിക്കുവാൻ From പോകുന്നു. whom all help ആരിൽ നിന്നാണോ comes. സകല സഹായവും വരുന്നത് ആ As a ദൈവത്തിനായി. deer pants for water. ഒരു മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ. In verse 2, the psalmist says, രണ്ടാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, my soul thirsts for God, എന്റെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നു, for the living God. ജീവനുള്ള ദൈവത്തിനായി. Where can I go and meet him? ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? Where can I go and meet him? എനിക്ക് എവിടെ ചെന്ന് ദൈവത്തെ നേരിൽ കാണാനാകും? There was a man called Jim. ഒരിടത്ത് ജിം എന്ന ഒരു This മനുഷ്യനുണ്ടായിരുന്നു. man was an alcoholic. ഈ മനുഷ്യൻ ഒരു So മദ്യപാനിയായിരുന്നു. every day in the afternoon during the lunch break in his factory, he'll go and drink. ആകയാൽ എന്നും ഉച്ചയ്ക്ക് ഫാക്ടറിയിൽ ലഞ്ച് സമയമാകുമ്പോൾ അയാൾ പോയി നല്ലവണ്ണം And his മദ്യപിക്കും. life was miserable. ക്രമേണ അവന്റെ ജീവിതം He used ദുരിതപൂർണമായി. to be cursing. അവൻ ശപിച്ചുകൊണ്ടേയിരിക്കും. But as he was going one afternoon, somebody was talking about Jesus. എന്നാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് മദ്യപിക്കുവാൻ പോകുമ്പോൾ ആരോ ഒരാൾ യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ And he കേട്ടു. gave his life to Jesus. അവൻ തന്റെ ജീവിതം യേശുവിന് സമർപ്പിച്ചു. His life changed. അവന്റെ ജീവിതം And he രൂപാന്തരപ്പെട്ടു. began to long for God. അവൻ ദൈവത്തിനായി ദാഹിക്കുവാൻ തുടങ്ങി. And during the lunch break, ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് he would go to a nearby chapel അവൻ അടുത്തുള്ള കുരിശുപള്ളിയിലേക്ക് പോകും. and kneel down, അവൻ മുട്ടുകുത്തും. take off his അവൻ cap, തന്റെ തലയിൽ നിന്ന് തൊപ്പിയെടുക്കും. and cry for 20 minutes, പിന്നീട് 20 മിനിറ്റ് കരഞ്ഞു വിലപിക്കും. thanking God for saving his soul. തന്റെ ആത്മാവിനെ രക്ഷിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് Then after the 20 minutes of silent tears, 20 നിമിഷം നിശബ്ദമായി കണ്ണുനീർ തൂകിയതിനു he ശേഷം would put on his cap അവൻ വീണ്ടും തന്റെ തൊപ്പിയെടുത്ത് and അണിയും. say, Jesus, അവൻ പറയും, യേശുവേ, this is Jim. ഇത് ജിമ്മാകുന്നു. Jesus, this is Jim. യേശുവേ, ഇത് ജിമ്മാകുന്നു. One day he got into an accident ഒരു ദിവസം അവൻ ഒരു വിപത്തിൽ അകപ്പെട്ടു. and he was put in a hospital. അവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. It was a workers' hospital. അത് ജോലിക്കാർക്കുള്ള ആശുപത്രിയായിരുന്നു. So everybody would be cursing the nurses, beating up and so ആകയാൽ on. എല്ലാവരും നഴ്സുമാരെ ശപിച്ചിരുന്നു, പരസ്പരം കലഹിച്ചിരുന്നു. But when Jim was admitted, എന്നാൽ ജിമ്മിനെ ആശുപത്രിയിൽ there പ്രവേശിപ്പിച്ചപ്പോൾ was so much of peace in the hospital. അവിടെ ആശുപത്രിയിൽ വലിയ The സമാധാനമുണ്ടായി. doctors came to Jim ഡോക്ടർമാർ ജിമ്മിന്റെ അരികിലെത്തി. and said, what is happening? എന്നിട്ട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? Who are you? നീ ആരാകുന്നു? The moment you were നിന്നെ admitted, ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച നിമിഷം though മുതൽ you have fracture and so on, നിന്റെ ശരീരത്തിൽ ഒടിവും ചതവും ഉണ്ടെങ്കിലും the whole hospital is full of peace. ആശുപത്രിയിൽ മുഴുവൻ സമാധാനം നിറഞ്ഞിരിക്കുന്നു. There is no cursing. ഇവിടെ ആരും ആരെയും There ശപിക്കുന്നില്ല. is a spirit of peace. ഇപ്പോൾ ഇവിടെ സമാധാനത്തിന്റെ ആത്മാവ് And നിറഞ്ഞിരിക്കുന്നു. Jim said, അപ്പോൾ ജിം പറഞ്ഞു, sir, സർ, when I was brought here, എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ when the church bell rung at 12 o'clock, 12 മണിക്ക് പള്ളിമണി മുഴങ്ങിയപ്പോൾ my heart was broken. എന്റെ ഹൃദയം തകർന്നു പോയി. I was longing for God. ഞാൻ ദൈവത്തിനായി ദാഹിക്കുകയായിരുന്നു. I said, Lord, I could not come into your presence this ഞാൻ afternoon. ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇന്ന് ഉച്ചയ്ക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് എനിക്ക് വരാനായില്ല. I could not come and thank you for saving my soul from എന്റെ sin. ആത്മാവിനെ പാപത്തിൽ നിന്ന് രക്ഷിച്ച അങ്ങയോട് നന്ദി പറയുവാൻ ഇന്ന് എനിക്ക് കഴിഞ്ഞില്ല. When I was longing for God, ഞാൻ ദൈവത്തിനായി ദാഹിച്ചിരുന്നപ്പോൾ somebody appeared by my side, ആരോ ഒരാൾ എന്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു. right by this bedside in the hospital. ഈ ആശുപത്രിയിലെ കിടക്കയ്ക്കരികിൽ He പ്രത്യക്ഷപ്പെട്ടു. bowed down. അദ്ദേഹം തലകുനിച്ചു. Tears came out of his eyes. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വന്നു. And after 20 minutes, ഏകദേശം 20 നിമിഷങ്ങൾക്ക് he ശേഷം raised his head, അദ്ദേഹം തല ഉയർത്തി looked at me, എന്നെ നോക്കി, and said, Jim, this is Jesus. എന്നിട്ട് പറഞ്ഞു, ജിം, ഇത് യേശുവാകുന്നു. Jim, this is Jesus. ജിം, ഇത് യേശുവാകുന്നു. That's why there is so much of peace. ഇന്നിവിടെ വലിയ സമാധാനം ഉണ്ടായതിന് കാരണം അതാണ്. My heart longs for God. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. Today he's setting your heart free to long for God. ഇന്ന് ദൈവത്തിനായി ദാഹിക്കത്തക്കവണ്ണം നിങ്ങളുടെ ആത്മാവിനെ ദൈവം When the സ്വതന്ത്രമാക്കുന്നു. people in the world, when Jesus was there, were longing for him. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഈ ലോകത്തിലെ ജനങ്ങൾ യേശുവിനായി ദാഹിച്ചു. Jesus went to them.
യേശു അവരുടെ അരികിൽ ചെന്നു. In Luke 19:3 and 6. ലൂക്കോസ് 19:3, 6 എന്നീ വാക്യങ്ങളിൽ Zacchaeus, a tax collector full of അവിടെ sin. ചുങ്കക്കാരിൽ പ്രമാണിയായ പാപിയായ സക്കായിയെ നമ്മൾ കാണുന്നു. He hid himself in a tree അവൻ to see യേശു how Jesus എങ്ങനെയുള്ളവനായിരിക്കുമെന്ന് was. അറിയുന്നതിന് വേണ്ടി ഒരു കാട്ടത്തി മരത്തിന്മേൽ കയറി He ഒളിച്ചിരുന്നു. was longing for Jesus. അവൻ യേശുവിനായി ദാഹിച്ചിരുന്നു. But Jesus went to him എന്നാൽ യേശു അവന്റെ അടുക്കൽ ചെന്നു and called him down. അവനോട് താഴേക്ക് ഇറങ്ങുവാൻ ആവശ്യപ്പെട്ടു. Called his name അവനെ പേർ ചൊല്ലി വിളിച്ചു. and said, I'm coming with you, Zacchaeus. യേശു പറഞ്ഞു, സക്കായിയെ, ഞാൻ നിന്നോടൊപ്പം വരുന്നു. Everybody said he's a sinner. എല്ലാവരും പറഞ്ഞു അവനൊരു പാപിയാണെന്ന്. But Jesus said, എന്നാൽ യേശു പറഞ്ഞു, Zacchaeus, സക്കായിയെ, you have been longing for me. നീ എനിക്കായി ദാഹിച്ചുകൊണ്ടിരുന്നു. I'm coming with you to your home. ഞാൻ നിന്നോടൊപ്പം നിന്റെ ഭവനത്തിൽ വരുന്നു. And Jesus gave Zacchaeus a new language. കൂടാതെ സക്കായിക്ക് യേശുക്രിസ്തു ഒരു പുതിയ ഭാഷ നൽകി. Until then, Zacchaeus was saying, give me money, give me money, give me money. അതുവരെയും അവൻ ഇപ്രകാരമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് പണം തരൂ, എനിക്ക് പണം തരൂ. When Jesus came, എന്നാൽ യേശു വന്നപ്പോൾ his life changed. അവന്റെ ജീവിതം He രൂപാന്തരപ്പെട്ടു. spoke in new അവൻ language, പുതിയ ഭാഷയിൽ in സംസാരിച്ചു. new tongues. പുതിയ ഭാഷയിൽ He said, Lord, I'm going to give away my money അവൻ to പറഞ്ഞു, everybody. ദൈവമേ, ഞാൻ എന്റെ പണം എല്ലാവർക്കും നൽകുവാൻ പോകുന്നു. I'm going to give away half my wealth to the poor. ഞാൻ എന്റെ സമ്പത്തിൽ പാതി പാവപ്പെട്ടവർക്ക് നൽകുന്നു. I'm going to give away 4 times of what I have taken unjustly from the ഞാൻ people. ജനങ്ങളിൽ നിന്ന് ചതിവായി വാങ്ങിയതിന്റെ 4 ഇരട്ടി അവർക്ക് തിരികെ നൽകുവാൻ പോകുന്നു. New life, അതെ, അവനൊരു പുതിയ ജീവിതം ലഭിച്ചു. full of Jesus. യേശുവിനാൽ നിറഞ്ഞ The ജീവിതം, nature of Jesus. യേശുവിന്റെ സ്വഭാവത്താൽ നിറഞ്ഞ Today you ജീവിതം. are longing to have the nature of Jesus. ഇന്ന് നിങ്ങൾ യേശുവിന്റെ സ്വഭാവം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. Jesus will come to you. യേശു നിങ്ങളുടെ അരികിലെത്തും. When the man was crucified for his sin of theft മോഷണമെന്ന കുറ്റം നിമിത്തം ഒരു മനുഷ്യൻ ക്രൂശിൽ on തറയ്ക്കപ്പെട്ടു. the cross, ആ ക്രൂശിൽ he was waiting. അവൻ He കാത്തിരിക്കുകയായിരുന്നു. was waiting. അവൻ When കാത്തിരിക്കുകയായിരുന്നു. will Jesus come here? യേശു എപ്പോൾ വരുമെന്നോർത്ത്. When will he be crucified by my side? എപ്പോഴാണ് എന്റെ അരികിൽ യേശുവിനെ അവർ He ക്രൂശിക്കുക? was longing for Jesus. അവൻ യേശുവിനായി ദാഹത്തോടെ കാത്തിരുന്നു. Even though Jesus was crucified. യേശുവിനെ ക്രൂശിൽ തറച്ചുവെങ്കിലും. In Luke 23 and verse 42 and 43, ലൂക്കോസ് 23:42, 43 എന്നീ he വാക്യങ്ങളിൽ never looked at Jesus and his അവൻ condition. ഒരിക്കലും യേശുവിനെയോ യേശു ആയിരിക്കുന്ന അവസ്ഥയെയോ He നോക്കിയില്ല. said, അവൻ പറഞ്ഞു, Jesus is being crucified for my sin. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. My sin. എന്റെ He പാപങ്ങൾക്ക് was വേണ്ടി. waiting for the blood to come out of the body of Jesus. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്നതിന് വേണ്ടി അവൻ He was കാത്തിരിക്കുകയായിരുന്നു. longing for Jesus to be crucified. യേശുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി അവൻ ദാഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു. Because the blood of Jesus Christ cleanses us from all sins. കാരണം യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Everybody there were criticizing Jesus. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും യേശുവിനെ But വിമർശിക്കുകയായിരുന്നു. this thief said, only Jesus is the way to heaven for me. എന്നാൽ ഈ കള്ളൻ പറഞ്ഞു, യേശു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള എന്റെ ഏക വഴി. I will not crucify him. I will not ഞാൻ criticize him. ഒരിക്കലും യേശുവിനെ വാക്കുകൾ കൊണ്ട് ക്രൂശിക്കില്ല, I will വിമർശിക്കില്ല. honor him for his sacrifice on the cross. യേശുവിന്റെ യാഗബലിക്കായി ഞാൻ യേശുവിനെ I will ആദരിക്കും. honor him for his humility. യേശുവിന്റെ താഴ്മയ്ക്കായി ഞാൻ യേശുവിനെ I will ആദരിക്കും. honor him for the blood that he shed for me. യേശു എനിക്ക് വേണ്ടി ചിന്തിയ രക്തത്തെ ഓർത്ത് ഞാൻ യേശുവിനെ And he ആദരിക്കും. looked at Jesus. അവൻ യേശുവിനെ നോക്കി. Said, remember me, Lord, അവൻ പറഞ്ഞു, നാഥാ, എന്നെ ഓർക്കണമേ, when you come into your kingdom. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. That day Jesus opened paradise യേശു to him. അന്ന് തന്നെ അവനു വേണ്ടി പറുദീസ തുറന്നു കൊടുത്തു. Gave him the forgiveness of sin. യേശു ആ കള്ളനെ പാപക്ഷമ നൽകി. Right on the cross. ആ കാൽവറി ക്രൂശിൽ വെച്ച് തന്നെ Through the blood that he shed for him. താൻ അവനു വേണ്ടി ചിന്തിയ The രക്തത്തിലൂടെ first man to be transformed and to walk with Jesus when he resurrected into heaven. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ രൂപാന്തരം പ്രാപിച്ച് യേശുവിനോടൊപ്പം നടന്ന ആദ്യ മനുഷ്യൻ അവനായിരുന്നു. Friend, എന്റെ പ്രിയ you സ്നേഹിതൻ, have not criticized Jesus. നിങ്ങൾ യേശുവിനെ വിമർശിച്ചിട്ടില്ല. You have not said, why should he be crucified on the cross if he is God? യേശു ദൈവമാണെങ്കിൽ എന്തിനാണ് ക്രൂശീകരണത്തിന് വിധേയപ്പെട്ടതെന്ന് നിങ്ങൾ You ചോദിച്ചില്ല. said he was crucified and he shed his blood for my sins to be അതിനു forgiven. പകരം നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു, എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രൂശിക്കപ്പെട്ടു, യേശു രക്തം ചിന്തി. You have longed for the blood of Jesus Christ to cleanse you. നിങ്ങളെ കഴുകി വെടിപ്പാക്കുന്നതിനു വേണ്ടി നിങ്ങൾ യേശുവിന്റെ രക്തത്തിനായി ദാഹിച്ചു. He is giving you that heart tonight.
ഇന്ന് അങ്ങനെയുള്ള ഹൃദയം യേശു നിങ്ങൾക്ക് നൽകുന്നു. Saying, I am tired of sin, Lord. ദൈവമേ, ഞാൻ പാപത്താൽ തളർന്നിരിക്കുന്നു. Wash me with your blood. അങ്ങയുടെ രക്തത്താൽ എന്നെ I കഴുകണമേ. long for your ഞാൻ blood. അങ്ങയുടെ രക്തത്തിനായി I ദാഹിക്കുന്നു. long to be a child of ഒരു God. ദൈവ പൈതലാകുവാൻ ഞാൻ അതിയായി I ആശിക്കുന്നു. long to have the assurance that I will go to heaven when I ഞാൻ die. മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന ഉറപ്പ് എന്നിൽ ഉണ്ടാകണമെന്ന് ഞാൻ And I ആഗ്രഹിക്കുന്നു. thirst for the blood of Jesus which opens the door for me. എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന യേശുവിന്റെ രക്തത്തിനായി ഞാൻ ആശിക്കുന്നു. Thirsting for the blood of Jesus Christ to cleanse you and make you God's child. നിങ്ങളെ കഴുകി വെടിപ്പാക്കി ദൈവ പൈതലാക്കി തീർക്കുന്ന യേശുവിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ഹൃദയം, Longing for God. ദൈവത്തിനായി ദാഹിക്കുന്ന That ഹൃദയം, heart is being given to all of us tonight. അങ്ങനെയുള്ള ഒരു ഹൃദയം എല്ലാവർക്കും ഇന്ന് നൽകപ്പെടുന്നു. Then we will be free. പിന്നെ നമ്മൾ സ്വതന്ത്രരായിരിക്കും. We can talk to Jesus as his child always. ദൈവത്തിന്റെ പൈതൽ എന്ന നിലയിൽ എപ്പോഴും നമുക്ക് യേശുവിനോട് സംസാരിക്കാം. No sin, no wickedness of the devil can overcome us. പിശാചിന്റെ യാതൊരു ദുഷ്ടതയ്ക്കും പാപത്തിനും നമ്മെ ഒരിക്കലും We can be കീഴടക്കാനാവില്ല. more than a conqueror through one Jesus Christ who loved us. നമ്മെ സ്നേഹിച്ച യേശു മുഖാന്തരം നാം പൂർണ്ണജയം Even in the പ്രാപിച്ചവരാകും. midst of the problems. പ്രശ്നങ്ങളുടെ നടുവിൽ പോലും Jesus said, in this world you will have tribulations. യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. Until we live in this world, we will have tribulation. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതുവരെ ഈ ലോകത്തിൽ നമുക്ക് Sickness is കഷ്ടമുണ്ട്. there in the world, so sickness will come to everybody. ലോകത്തിൽ രോഗങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും രോഗങ്ങൾ വരും. Financial problem will come. എല്ലാവർക്കും സാമ്പത്തിക Loss പ്രയാസങ്ങൾ will വരും. come. നഷ്ടങ്ങൾ ഉണ്ടാകും. Death will come. മരണം But in സംഭവിക്കും. all that, എന്നാൽ ഇതിന്റെ എല്ലാം കൂടെ when Jesus is in us, യേശു നമ്മിൽ വസിക്കുമ്പോൾ he gives us life to overcome the problems of life. ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള ജീവൻ യേശു നമുക്ക് And നൽകുന്നു. still rise up ഇപ്പോഴും and എഴുന്നേൽക്കുവിൻ. trust him. ദൈവത്തിൽ വിശ്വസിക്കുന്നു. And he takes us through. യേശു നമ്മെ കരം പിടിച്ച് വഴി And നടത്തുന്നു. gives us the grace to comfort other people who go through the same നാം problem കടന്നു that we പോകുന്ന go through. അതേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരുവാനും ദൈവം നമുക്ക് കൃപ When നൽകുന്നു. we pour love on others, നാം മറ്റുള്ളവരുടെ മേൽ സ്നേഹം ചൊരിയുമ്പോൾ love comes back to us. നമുക്കും സ്നേഹം തിരികെ That's ലഭിക്കുന്നു. why God allows problems in our അതുകൊണ്ടാണ് lives. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ ദൈവം But അനുവദിക്കുന്നത്. Jesus is with us. എന്നാൽ യേശു He നമ്മോടൊപ്പമുണ്ട്. empowers us. യേശു നമ്മെ Our ശക്തീകരിക്കുന്നു. eyes don't turn to the നമ്മുടെ problems. കണ്ണുകൾ പ്രശ്നങ്ങളിലേക്ക് Our തിരിയരുത്. eyes don't curse him. നമ്മുടെ കണ്ണുകൾ അവനെ But our ശപിക്കരുത്. eyes say, I long for you, Lord. നമ്മുടെ കണ്ണുകൾ ഇപ്രകാരം പറയണം, ഞാൻ You are അങ്ങേയ്ക്കായി my ദാഹിക്കുന്നു. only hope for the future. ദൈവമേ, ഭാവിക്കായുള്ള എന്റെ ഏക പ്രത്യാശ When my അങ്ങാണ്. wife and I got married, ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള വിവാഹം my wife നടന്നപ്പോൾ was 21 years old. എന്റെ ഭാര്യയ്ക്ക് 21 വയസ്സ് She was so പ്രായമുണ്ടായിരുന്നു. young. അവൾ വളരെ She ചെറുപ്പമായിരുന്നു. never knew the world. അവൾക്ക് ലോകത്തെക്കുറിച്ച് She ഒന്നും was a pet അറിയില്ലായിരുന്നു. child to her mother. അവൾ തന്റെ അമ്മയുടെ ഓമന But മകളായിരുന്നു. then a pastor went and stayed in her house. എന്നാൽ ഒരു പാസ്റ്റർ പോയി അവളുടെ വീട്ടിൽ താമസിച്ചു. And he said, this girl is tall. അദ്ദേഹം പറഞ്ഞു, ഈ പെൺകുട്ടി നല്ല ഉയരമുണ്ടല്ലോ. And Paul Dinakaran is looking for a tall girl to marry. പോൾ ദിനകരൻ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഉയരമുള്ള ഒരു പെൺകുട്ടിയെ So തിരയുകയാണ്. unexpectedly for my wife, it was a shock. ആകയാൽ അതെന്റെ ഭാര്യയ്ക്ക് തികച്ചും അപ്രതീക്ഷിതമായ ഒരു He ഷോക്കായിരുന്നു. came and talked to my father. Pastor came and talked to my father. ആ പാസ്റ്റർ വന്ന് എന്റെ പിതാവിനോട് My സംസാരിച്ചു. father used to move very fast. എന്റെ പിതാവ് സകല കാര്യങ്ങളും അതിവേഗം ചെയ്തു തീർത്തിരുന്നു. I had asked my father that the girl whom I should marry should be at least 5.5 feet tall. ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി 5 അടിയെങ്കിലും ഉയരമുണ്ടായിരിക്കണമെന്ന് ഞാൻ എന്റെ പിതാവിനോട് But പറഞ്ഞിരുന്നു. because I am tall, എന്നാൽ ഞാൻ ഉയരമുള്ളത് if കൊണ്ട് my wife is short, she'll be missing in the photographs. എന്റെ ഭാര്യ ഉയരം കുറവാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിലും അവളെ കാണുവാൻ ആർക്കും കഴിയുകയില്ല. Then she'll fight with me. പിന്നീട് അവൾ എന്നോട് കലഹിക്കും. Everybody is photographing you only. എല്ലാവരും നിങ്ങളെ മാത്രമാണ് ഫോട്ടോ If എടുക്കുന്നത്. they photograph her, my head will be cut അവർ off. അവളെ ഫോട്ടോ എടുത്താൽ എന്റെ തല So കാണാതെയാകും. I said, I need a tall girl. That's all. ആകയാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഉയരമുള്ള ഒരു പെൺകുട്ടിയെ വേണം. So the pastor came and said, അങ്ങനെ പാസ്റ്റർ വന്ന് പറഞ്ഞു, I have found a girl. ഞാൻ ഉയരമുള്ള ഒരു പെൺകുട്ടിയെ She has കണ്ടെത്തിയിട്ടുണ്ട്. the same name as your daughter Evangeline who passed away. നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ നിങ്ങളുടെ മകളുടെ അതേ പേരാണ് അവൾക്കും. My sister had just then എന്റെ passed away. സഹോദരി അപ്പോഴാണ് ഞങ്ങളിൽ നിന്ന് She was വേർപെട്ടിരുന്നത്. 17 years old. അവൾക്ക് 17 വയസ്സ് പ്രായമുണ്ടായിരുന്നു. And she's the same age as your ആ daughter. പെൺകുട്ടിക്കും താങ്കളുടെ മകളുടെ അതേ Of പ്രായമാണ്. course, this was 4 years later. തീർച്ചയായും 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. She just accepted the Lord. പാസ്റ്റർ പറഞ്ഞു, അവൾ ഈയിടെയാണ് കർത്താവിനെ And I സ്വീകരിച്ചത്. baptized her.
ഞാനാണ് അവൾക്ക് സ്നാനം നൽകിയത്. And she asked the name of Evangeline to be given to her. അവൾ ഇവാഞ്ചലിൻ എന്ന പേര് തനിക്ക് നൽകണമെന്ന് എന്നോട് So ആവശ്യപ്പെട്ടു. we got married. അങ്ങനെ ഞങ്ങളുടെ വിവാഹം It കഴിഞ്ഞു. was a shock to my wife, അതെന്റെ ഭാര്യയ്ക്ക് ഒരു ഷോക്കായിരുന്നു. but she accepted the will of God. എന്നാൽ അവൾ ദൈവഹിതം സ്വീകരിച്ചു. But then, എന്നാലോ just after the marriage, ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം first thing that happened was her mother passed away, afflicted with cancer. ആദ്യം സംഭവിച്ചത് എന്തായിരുന്നു എന്നറിയാമോ? അവളുടെ അമ്മ ക്യാൻസർ നിമിത്തം മരിച്ചുപോയി. Her mother was just 45 years old. അവർക്ക് 45 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. Then her father died in an accident. പിന്നീട് ഒരു അപകടത്തിൽപ്പെട്ട് അവളുടെ പിതാവും മരിച്ചുപോയി. And just before that, her elder brother died of tumor. അതിനൽപ്പം മുൻപ് അവളുടെ മൂത്ത സഹോദരൻ ട്യൂമർ നിമിത്തം മരിച്ചുപോയി. Just between the age of 21 and 23, she lost all the three precious souls on whom she put her trust so much in life. 21 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവൾക്ക് അവളുടെ പ്രിയപ്പെട്ട 3 പേരെ നഷ്ടപ്പെട്ടു. All the joy was taken away. സകല സന്തോഷവും അവളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. I thought she will break down അവൾ ആകെ തകർന്നു പോകുമെന്ന് ഞാൻ ചിന്തിച്ചു. because it was only after the കാരണം marriage. വിവാഹത്തിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. She said, "Now I will turn to God and follow God." എന്നാൽ അവൾ പറഞ്ഞു, ഇനി ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിയും, ദൈവത്തെ അനുഗമിക്കും. But when this happened, എന്നാൽ ഇതെല്ലാം സംഭവിച്ചപ്പോൾ she said, അവൾ പറഞ്ഞു, "I am not going to sit and cry over my losses. ഞാൻ ഒരു മൂലയിലിരുന്ന് എനിക്ക് നേരിട്ട നഷ്ടങ്ങളോർത്ത് വിലപിക്കുവാൻ പോകുന്നില്ല. The only way I can live is to have more of Jesus, ഇനി the life giver in me. ജീവദായകനായ യേശുവിനെ എന്നിൽ കൂടുതൽ കൂടുതൽ സ്വന്തമാക്കുക എന്നതാണ് എനിക്ക് ജീവിക്കുന്നതിനുള്ള ഏക I മാർഗ്ഗം. want more of Jesus. എനിക്ക് യേശുവിനെ കൂടുതലായി I'm വേണം. not going to complain about Jesus. ഞാൻ യേശുവിനെ കുറിച്ച് പരാതി പറയുവാൻ I'm not going പോകുന്നില്ല. to sit and say, why did Jesus യേശുവേ, allow എന്റെ my കുടുംബം family to be തകർന്നിരിക്കുന്നു, destroyed? അങ്ങ് എന്തുകൊണ്ടാണ് അത് അനുവദിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മൂലയിലിരുന്ന് ഞാൻ കരയുവാൻ പോകുന്നില്ല. I will keep crying for ഞാൻ Jesus, യേശുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കും. longing for Jesus. യേശുവിനായി അതിയായി ആശിച്ചുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. Only because of him I can live anymore. ഇനി യേശു എന്നോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാനാകൂ. One night, ഒരു ദിവസം രാത്രി as she was in great longing അവൾ for യേശുവിനെ Jesus, സ്വന്തമാക്കണമെന്ന അതിയായ ആശയിൽ ആയിരുന്നപ്പോൾ Jesus said, യേശു Jesus പറഞ്ഞു, spoke to her heart. യേശു അവളുടെ ഹൃദയത്തിൽ The സംസാരിച്ചു. Holy Spirit spoke പരിശുദ്ധാത്മാവ് and സംസാരിച്ചു. said, "Go to sleep, my daughter. ആത്മാവ് പറഞ്ഞു, എന്റെ മകളെ, നീ പോയി Get up കിടന്നു, in the morning അതിരാവിലെ എഴുന്നേൽക്കൂ, and pray with your husband. നിന്റെ ഭർത്താവിനോടൊപ്പം പ്രാർത്ഥിക്കൂ. You go to sleep now. ഇപ്പോൾ നീ പോയി കിടന്നുറങ്ങൂ. In the morning, pray with your husband." രാവിലെ നിന്റെ ഭർത്താവിനോടൊപ്പം She പ്രാർത്ഥിക്കൂ. went to sleep, അവൾ ഉറങ്ങുവാൻ പോയി. waited for the morning. പ്രഭാതത്തിനായി കാത്തിരുന്നുകൊണ്ട് And in the morning, I was on the phone. രാവിലെ ഞാൻ ഫോണിൽ You സംസാരിക്കുകയായിരുന്നു. know, the wives get restless when we are on the phone in the morning. നിങ്ങൾക്കറിയാമോ, നമ്മൾ രാവിലെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഭാര്യമാർ And അസ്വസ്ഥരാകും. the university and everyone was calling me for directions. എല്ലാവരും മാർഗനിർദ്ദേശത്തിനായി എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. And she came, അവൾ എന്റെ അടുക്കൽ വന്നു, took the phone from my hand എന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. and put it down. അവൾ ഫോൺ താഴെ വെച്ചു. I was shocked to see what my wife did, എന്റെ ഭാര്യയുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. because she's such a soft person. കാരണം അവൾ വളരെ മൃദു സ്വഭാവത്തിനുടമയാണ്. Then she said, "Let us pray." പിന്നീട് അവൾ പറഞ്ഞു, നമുക്ക് Let us പ്രാർത്ഥിക്കാം, pray. നമുക്ക് I പ്രാർത്ഥിക്കാം. immediately obeyed my wife ഉടനടി ഞാൻ എന്റെ ഭാര്യയുടെ വാക്കുകൾ അനുസരിച്ചു. and we began to pray. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. She began to cry. അവൾ കരയുവാൻ തുടങ്ങി. Cry for Jesus. യേശുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി She said, കരയുവാൻ "Fill തുടങ്ങി. me with yourself, അവൾ Lord." പറഞ്ഞു, യേശുവേ, അങ്ങയാൽ എന്നെ And നിറയ്ക്കണം. I began to cry along with her. ഞാനും അവളോടൊപ്പം കരയുവാൻ തുടങ്ങി. And the presence of God came. ദൈവ സാന്നിധ്യം ഇറങ്ങി For വന്നു. nearly 1.5 hours, we were filled with the glory of God. ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾ ദൈവമഹത്വത്താൽ നിറഞ്ഞു. Tears were flowing. ഞങ്ങൾ കണ്ണുനീർ വാർത്തുകൊണ്ടിരുന്നു. God made us speak in new languages. എന്നാൽ പുതുഭാഷകളിൽ സംസാരിക്കുവാൻ ദൈവം ഞങ്ങളെ The പ്രാപ്തരാക്കി. joy of the Lord filled us. ദൈവിക ആനന്ദം ഞങ്ങളിൽ വന്ന് നിറഞ്ഞു. And we were fully transformed. ഞങ്ങൾ പൂർണ്ണമായി രൂപാന്തരപ്പെട്ടിരുന്നു. At the end of the prayer, പ്രാർത്ഥനയുടെ അവസാനത്തിൽ I asked her, ഞാൻ അവളോട് ചോദിച്ചു, "Evangeline, ഇവാഞ്ചലിൻ, did you see Jesus? നീ യേശുവിനെ കണ്ടുവോ? Did you see Jesus?" നീ യേശുവിനെ She കണ്ടുവോ? said, "Yes." അവൾ പറഞ്ഞു, ഞാൻ കണ്ടു. She could not talk.
അവൾക്ക് She സംസാരിക്കാനായില്ല. said, He was right here. അവൾ പറഞ്ഞു, യേശു ഇവിടെ ഉണ്ടായിരുന്നു. For all this time, നമ്മൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ച He സമയമൊക്കെ appeared യേശു and He പ്രത്യക്ഷപ്പെട്ടു. looked at us യേശു ഞങ്ങളെ നോക്കി with great love. അത്യധികമായ സ്നേഹത്തോടെ, With great love. അത്യധികമായ With സ്നേഹത്തോടെ, great love. അത്യധികമായ And സ്നേഹത്തോടെ love flowed from Him upon us. യേശുവിൽ നിന്ന് സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകി വന്നു. And God changed her life. ദൈവം അവളുടെ ജീവിതത്തെ God രൂപാന്തരപ്പെടുത്തി. changed our married life. ദൈവം ഞങ്ങളുടെ വിവാഹ ജീവിതത്തെ And രൂപാന്തരപ്പെടുത്തി. from that day, ആ ദിവസം മുതൽ when she would pray, അവൾ പ്രാർത്ഥിക്കുമ്പോൾ, when she would pray for the people, അവൾ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ tears would flow down from her eyes. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരും. And Jesus would come. യേശു കടന്നു വരും. And miracles would happen to the people. ജനങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. Today, there are thousands of sisters, thousands of brothers, thousands of fathers, thousands of mothers who have been blessed through her prayers. ഇന്ന് അവളുടെ പ്രാർത്ഥനകളിലൂടെ ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളും അനുഗ്രഹീതരായിരിക്കുന്നു. And they love her. അവർ അവളെ സ്നേഹിക്കുന്നു. Love her. അവളെ സ്നേഹിക്കുന്നു. Love is all we need in this world. ഈ ലോകത്തിൽ സ്നേഹം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. In the midst of all the tribulations, സകല കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും our soul longs for Jesus. നമ്മുടെ ആത്മാവ് യേശുവിനായി Our ദാഹിക്കുന്നു. soul longs for Jesus. നമ്മുടെ ആത്മാവ് യേശുവിനായി He ആശിക്കുന്നു. comes. യേശു വരുന്നു. His love makes everything new. യേശുവിന്റെ സ്നേഹം സകലതിനെയും Gives പുതുതാക്കുന്നു. us the power to live on. യേശു ജീവിക്കുവാൻ നമുക്ക് ശക്തി God will നൽകുന്നു. do that for you. ദൈവം നിങ്ങൾക്കും അത് ചെയ്യും. God will do that for you. ദൈവം നിങ്ങൾക്കും അത് Your ചെയ്യും. family will be built again നിങ്ങളുടെ കുടുംബം വീണ്ടും as കെട്ടിപ്പണിയപ്പെടും. Jesus increases within you. യേശു നിങ്ങളിൽ വർദ്ധിച്ചു പെരുകുമ്പോൾ, Yes, if you forsake anything for the sake of Jesus in this world, നിങ്ങൾ യേശുവിന്റെ നാമം നിമിത്തം ഈ ലോകത്തിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ, Jesus says, along with the tribulation, you'll have 100 times in this world, യേശു പറയുന്നു, കഷ്ടങ്ങളോടൊപ്പം നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്ന്. and you'll have eternal life. നിങ്ങൾക്ക് നിത്യജീവിതവും Eternal ലഭിക്കും. life. നിത്യജീവിതവും Eternal life. നിത്യജീവിതവും. Today, Jesus is coming to us. ഇന്ന് യേശു നമ്മുടെ അരികിലേക്ക് It വരുന്നു. is He whom we need. യേശുവിനെയാണ് നമുക്ക് He's ആവശ്യമായിരിക്കുന്നത്. giving us a heart to long for. യേശുവിനായി ദാഹിക്കുന്ന ഒരു ഹൃദയത്തെ യേശു നമുക്ക് നൽകുന്നു. In Isaiah 35 and verse 6, യെശയ്യാവ് 35ന്റെ 6-ാം the വാക്യം, Bible says, the lame shall leap like a deer. അവിടെ വചനം പറയുന്നു, അന്ന് മുടന്തൻ മാനിനെ പോലെ The ചാടും, tongue of the dumb shall sing. ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. Water shall burst forth in the wilderness, മരുഭൂമിയിൽ വെള്ളം പൊട്ടി പുറപ്പെടും, and streams in the desert. നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും. Today you may be lame, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ മുടന്തരായിരിക്കാം, broken, തകർന്നവരായിരിക്കാം, full of sickness, രോഗത്താൽ full നിറഞ്ഞവരായിരിക്കാം, of financial trouble, സാമ്പത്തിക പ്രയാസങ്ങളാൽ നിറഞ്ഞവരായിരിക്കാം, losses. നഷ്ടങ്ങളാൽ But നിറഞ്ഞവരായിരിക്കാം. like a deer, you will rise up and your lameness will go. എന്നാൽ നിങ്ങൾ ഒരു മാനിനെ പോലെ എഴുന്നേൽക്കും, നിങ്ങളുടെ മുടന്ത് നിങ്ങളെ വിട്ടു പോകും. The lame shall leap like a deer. മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Because Malachi 4:2 says, കാരണം മലാക്കി 4:2 പറയുന്നു, Jesus the Son of Righteousness will come upon നീതി you. സൂര്യനായ യേശുക്രിസ്തു നിങ്ങളുടെ മേൽ വന്നുദിക്കും. There will be healing in His wings for യേശുവിന്റെ you. ചിറകിൻ കീഴിൽ രോഗോപശാന്തി ഉണ്ടായിരിക്കും. Tonight He will heal you. ഇന്ന് യേശു നിങ്ങൾക്ക് സൗഖ്യം നൽകും. He gave His body to be wounded on the cross. യേശു ക്രൂശിൽ മുറിവേൽക്കപ്പെടുന്നതിന് വേണ്ടി തന്റെ ശരീരം അർപ്പിച്ചു. He still has the ഇപ്പോഴും wounds. യേശുവിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്. Today when you long for Jesus, ഇന്ന് നിങ്ങൾ യേശുവിനായി ദാഹിക്കുമ്പോൾ He will come. യേശു വരും, Lay His wounds upon തന്റെ you മുറിവേറ്റ കരം നിങ്ങളുടെ മേൽ വെക്കും, and heal your wounds. നിങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കും. Heal your wounds. നിങ്ങളുടെ മുറിവുകളെ You സൗഖ്യമാക്കും. will be healed. നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. You will rise up like a deer. നിങ്ങൾ മാനിനെ പോലെ എഴുന്നേൽക്കും. You will never be lame anymore. ഇനി ഒരിക്കലും നിങ്ങൾ At മുടന്തരാകുകയില്ല. the same time, അതേ സമയം in Psalm 18:33, സങ്കീർത്തനം 18:33 He will make your feet like the feet of a ദൈവം നിങ്ങളുടെ deer, കാലുകളെ മാൻപേടയുടെ കാലുകൾ പോലെ ആക്കി തീർക്കും. and He will make you rise up to high അത്യുന്നതങ്ങളിലേക്ക് places. ഉയരുവാൻ ദൈവം നിങ്ങളെ My പ്രാപ്തരാക്കും. dear young children, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, young people, യുവജനങ്ങൾ, God is going to raise you up into high places in this nation. ദൈവം ഈ ദേശത്ത് നിങ്ങളെ അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുന്നു. Just like Daniel and Joseph, God will give you supernatural wisdom, ദാനിയേലിനെ പോലെ യോസേഫിനെ പോലെ ദൈവം നിങ്ങൾക്ക് പ്രകൃതിയാതീതമായ ജ്ഞാനം നൽകും. and He will give you the wisdom to find solutions to the problems of people, മാനുഷികമായ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗം കണ്ടെത്തുന്നതിനുള്ള ജ്ഞാനം ദൈവം and you നിങ്ങൾക്ക് will നൽകും. find products which will solve the needs of the നിങ്ങൾ പുതിയ people. ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കും, അത്
ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും, പ്രശ്നങ്ങൾക്ക് You പരിഹാരം will നൽകും. come up with vaccines, നിങ്ങൾ വാക്സിനുകൾ കണ്ടുപിടിക്കും, orthopedic implements, ഓർത്തോപീഡിക് സാമഗ്രികളും food, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും and so many things that people need. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി കാര്യങ്ങൾ നിങ്ങൾ God will കണ്ടുപിടിക്കും. bless your products. ദൈവം നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ You will അനുഗ്രഹിക്കും. rise up in business. നിങ്ങൾ ബിസിനസ്സിൽ ഉയർച്ച You പ്രാപിക്കും. will rise up and bring solutions to the നിങ്ങൾ nation. എഴുന്നേറ്റ് രാജ്യങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കും. God will lift you up like a deer and bring you to the high places. ദൈവം ഒരു മാനിനെ പോലെ നിങ്ങളെ ഉയർത്തും, അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് That is കൊണ്ടുചെല്ലും. the heart of Jesus. അതാകുന്നു യേശുവിന്റെ ഹൃദയം. He wants every one of his young people to see visions of തന്റെ solutions for യുവജനങ്ങൾ human ഓരോരുത്തരും problems. മാനുഷിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളെ പറ്റിയുള്ള ദർശനങ്ങൾ കാണണമെന്ന് യേശു And he ആഗ്രഹിക്കുന്നു. wants them to rise അവർ up. ഉയർച്ച പ്രാപിക്കണമെന്ന് യേശു And ആഗ്രഹിക്കുന്നു. whatever lameness is അവരുടെ there, ജീവിതത്തിൽ ഏത് തരത്തിലുള്ള മുടന്തുണ്ടെങ്കിലും, weakness is there, എന്ത് he ബലഹീനതയുണ്ടെങ്കിലും will take it away. യേശു അതെല്ലാം എടുത്തു And he will മാറ്റും. make you like a deer jumping up, rising to യേശു great നിങ്ങളെ heights. തുള്ളിച്ചാടുന്ന ഒരു മാനിനെ പോലെ ആക്കി തീർക്കും, He will ഉന്നതങ്ങളിലേക്ക് give you ഉയർത്തും. good health, യേശു നിങ്ങൾക്ക് നല്ല ആരോഗ്യം നൽകും, healing, സൗഖ്യം നൽകും, financial blessing, സാമ്പത്തിക അനുഗ്രഹങ്ങളും favor, കൃപയും the presence of God. ദൈവ And സാന്നിധ്യം. the Holy Spirit will lead you, telling you, do this today, and you will ഇന്ന് prosper. ഇത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും, നിങ്ങൾ ജീവിതത്തിൽ സമൃദ്ധി When I പ്രാപിക്കും. was 17 years old, എനിക്ക് 17 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ I was a failure in life. ഞാൻ ജീവിതത്തിൽ ഒരു I had പരാജയമായിരുന്നു. nothing to do with Jesus. യേശുവുമായി എനിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. But then when I gave my life to എന്നാൽ Jesus, ഞാൻ എന്റെ ജീവിതം യേശുവിന് I സമർപ്പിച്ചപ്പോൾ began to study again. ഞാൻ വീണ്ടും പഠിക്കുവാൻ തുടങ്ങി. And the books were big. പാഠപുസ്തകങ്ങൾ I had വലിയവയായിരുന്നു. to study nuclear physics. എനിക്ക് ന്യൂക്ലിയർ ഫിസിക്സ് I പഠിക്കാനുണ്ടായിരുന്നു. had to study thermodynamics. എനിക്ക് തെർമോഡൈനാമിക് It പഠിക്കാനുണ്ടായിരുന്നു. was breaking my head. അതെന്റെ തലയെ I തകർക്കുകയായിരുന്നു. said, now Lord, I long for ഞാൻ പറഞ്ഞു, you. ഇപ്പോൾ ദൈവമേ, ഞാൻ അങ്ങേക്കായി You ദാഹിക്കുന്നു. have filled my heart, Holy Spirit. പരിശുദ്ധാത്മാവേ, അങ്ങന്റെ ഹൃദയത്തെ നിറച്ചുവല്ലോ, Come and teach me. വന്നെന്നെ So I പഠിപ്പിക്കണം. put a chair by my side when I would study. ആകയാൽ ഞാൻ പഠിക്കുമ്പോൾ എന്റെ അരികിൽ ഒരു കസാരയിടും. I said, Lord, you come and sit by my ഞാൻ side. പറയും, ദൈവമേ, അങ്ങന്റെ അരികിൽ വന്നിരിക്കണമേ, You are my friend. അങ്ങാകുന്നു എന്റെ സ്നേഹിതൻ. I long for Jesus. ഞാൻ യേശുവിനായി And ദാഹിക്കുന്നു. every page I would pray. ഓരോ പേജ് പഠിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. Then the Holy Spirit will rise up and teach me that. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് സകലതും എനിക്ക് പറഞ്ഞു When തരും. it would come into my spirit, അതെന്റെ ആത്മാവിലേക്ക് when the വരുമ്പോൾ, subject would come into my spirit, ആ വിഷയം എന്റെ ആത്മാവിലേക്ക് I would say, വരുമ്പോൾ thank you, ഞാൻ Jesus. പറയും, യേശുവേ Thank you, നന്ദി, Jesus. യേശുവേ നന്ദി. And then go on studying. പിന്നീട് ഞാൻ പഠനം തുടരും. And in the same college, അതേ കോളേജിൽ, Loyola College, ലയല കോളേജിൽ when I got the എനിക്ക് degree, ബിരുദം ലഭിച്ചപ്പോൾ I was given a gold medal. എനിക്കൊരു സ്വർണ്ണ മെഡലും ലഭിച്ചു. And God never stopped there. ദൈവം അതുകൊണ്ട് നിർത്തിയില്ല. He made me complete my MBA in 1982. 1982 MBA പൂർത്തീകരിക്കുവാൻ ദൈവം എന്നെ And സഹായിച്ചു. at the age of കൂടാതെ 26, 26-ാമത്തെ വയസ്സിൽ He taught me and led me to get my PhD in advertising. അഡ്വർടൈസ്മെന്റിൽ PhD ലഭിക്കത്തക്കവണ്ണം ദൈവം എന്നെ വഴി And നടത്തി. by the grace of God, ദൈവത്തിന്റെ കൃപയാൽ He has enabled me to be the chancellor of a university and give degrees to nearly 2,500 students every year. സർവകലാശാലയുടെ ചാൻസലർ ആകുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഞാനിപ്പോൾ ഓരോ വർഷവും 2500 വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകുന്നു. Engineering degree, എഞ്ചിനീയറിംഗിൽ ബിരുദങ്ങൾ, management degree, മാനേജ്മെന്റിൽ ബിരുദങ്ങൾ, media degree, മീഡിയയിൽ ബിരുദങ്ങൾ, and also sit in the Education Council in India, കൂടാതെ ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ കൗൺസിലിലും എനിക്ക് സ്ഥാനമുണ്ട്. in the government of India. ഇന്ത്യ ഗവൺമെന്റിൽ. God wants to do that for everyone who has His name upon their foreheads. ഇപ്പോൾ ദൈവത്തിന്റെ നാമം നെറ്റിയിൽ പതിച്ചിട്ടുള്ള എല്ലാവർക്കു വേണ്ടിയും ദൈവം അപ്രകാരം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. You will rise up as a deer to high places. നിങ്ങൾ ഒരു മാനിനെ പോലെ അത്യുന്നതങ്ങളിലേക്ക് ഉയരും. God wants to lift you up. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ Do you ആഗ്രഹിക്കുന്നു. believe He's going to lift you ദൈവം up? നിങ്ങളെ ഉയർത്തുവാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. Today you may be lame, ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ മുടന്തരായിരിക്കാം. but now you will jump up like a deer. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാനിനെ പോലെ തുള്ളിച്ചാടും. As Jesus the life giver comes to you. ജീവദായകനായ യേശു നിങ്ങളിലേക്ക് വരുമ്പോൾ, As Jesus the life giver comes to you, ജീവദായകനായ യേശു നിങ്ങളിലേക്ക് you will വരുമ്പോൾ jump up like a deer. നിങ്ങൾ ഒരു മാനിനെ പോലെ തുള്ളിച്ചാടും. And the Holy Spirit will lift you up, giving His wisdom to കൂടാതെ you. പരിശുദ്ധാത്മാവ് തന്റെ ജ്ഞാനം നിങ്ങൾക്ക് നൽകി നിങ്ങളെ ഉയർത്തും. And you will rise up to the highest levels in the nation. നിങ്ങൾ രാജ്യത്തിൽ അത്യുന്നതങ്ങളിലേക്ക് ഉയരും.
That is the real celebration. അതാകുന്നു യഥാർത്ഥ ആഘോഷം. 50 years the gospel has come. സുവിശേഷം കടന്നു വന്നിട്ട് 50 വർഷമായി. Now the same gospel will raise you to the highest levels in this nation, to bless this nation from the levels of authority, science, technology and governance. ഇപ്പോൾ അതേ സുവിശേഷം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അധികാരത്തിന്റെയും തലത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിൽ നിങ്ങളെ അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തും. God's people have to bring righteousness to all people. ദൈവജനം സകല ജനങ്ങളിലേക്കും നീതി കൊണ്ടുവരേണ്ടതുണ്ട്. Solution to human problems. മാനുഷിക പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങളും. Lord is here. ദൈവം ഇവിടെയുണ്ട്. Thirst for him. ദൈവത്തിനായി ദാഹിക്കുവിൻ. Thirst for Jesus. യേശുവിനായി ദാഹിക്കുവിൻ. Thirst for Jesus. യേശുവിനായി He ദാഹിക്കുവിൻ. loves everyone. യേശു എല്ലാവരെയും He will സ്നേഹിക്കുന്നു. give you life. യേശു നിങ്ങൾക്ക് ജീവൻ And നൽകും. through you he will give life to the നിങ്ങളിലൂടെ nation. യേശു രാജ്യത്തിന് ജീവൻ പകരും. Life to your family. നിങ്ങളുടെ കുടുംബത്തിന് ജീവൻ Life to the പകരും. whole society. സമൂഹത്തിന് ജീവൻ പകരും. Life to the world. ലോകത്തിന് ജീവൻ പകരും. And for that he is ready to fill you with his spirit അതിനായി tonight. നിങ്ങളെ തന്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. Shall we close our eyes and look up to God? നമുക്ക് കണ്ണുകളടച്ച് ദൈവത്തിങ്കിലേക്ക് This നോക്കാം. is the time to pray. ഇതാകുന്നു പ്രാർത്ഥനയ്ക്കുള്ള സമയം. Jesus is here. യേശു ഇവിടെയുണ്ട്. Jesus is here. യേശു ഇവിടെയുണ്ട്. Jesus is here. യേശു ഇവിടെയുണ്ട്. How many of you want to give your life totally into the hands of Jesus? നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? Would you stand wherever you നിങ്ങൾ are? എവിടെയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമോ? Tell him, I need you, Lord. ദൈവത്തോട് പറയുവിൻ, എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. Come into my heart. എന്റെ ഹൃദയത്തിലേക്ക് വരേണമേ. I thirst for you, Lord. ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു. I can't live without you, Lord. എനിക്ക് അങ്ങയെ കൂടാതെ ജീവിക്കാനാവില്ല. Cleanse me with thy blood. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ. And make me your child. എന്നെ അങ്ങയുടെ പൈതലാക്കി How തീർക്കണമേ. many of you want him? നിങ്ങളിൽ എത്ര പേർക്ക് യേശുവിനെ But ആവശ്യമുണ്ട്? listen to me. എന്നാൽ If ശ്രദ്ധിക്കുക, you have already given your life to Jesus, you can stay നിങ്ങൾ where you മുൻപ് തന്നെ are. യേശുവിന് ജീവിതം സമർപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ Or if നിങ്ങൾക്ക് അവിടെ you തന്നെ say, നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ I പറയുകയാണെങ്കിൽ, don't feel the presence of God in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നില്ല. Make a decision to receive Jesus in your heart. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനമെടുക്കുവിൻ. And show your thirst to Jesus. നിങ്ങളുടെ ദാഹം ദൈവത്തിന് കാണിച്ചു കൊടുക്കുക. Show your thirst to Jesus. നിങ്ങളുടെ ദാഹം യേശുവിന് കാണിച്ചു കൊടുക്കുക. How many of you say, നിങ്ങളിൽ എത്ര പേർ ഇങ്ങനെ I പറയുന്നുണ്ട്, need the strength എനിക്ക് ശക്തി to ആവശ്യമുണ്ട്. rise up above my problems. എന്റെ പ്രശ്നങ്ങൾക്ക് മേൽ ഉയരുന്നതിന് എനിക്ക് ശക്തി വേണം. I want to overcome every one of them with the presence of ക്രിസ്തുവിന്റെ Christ. സാന്നിധ്യത്താൽ സകല പ്രശ്നങ്ങളെയും എനിക്ക് Now കീഴടക്കണം. Jesus is coming into you. ഇപ്പോൾ യേശു നിങ്ങളിലേക്ക് വരുന്നു. Jesus is coming into you. യേശു നിങ്ങളിലേക്ക് വരുന്നു. Jesus is coming into you. യേശു നിങ്ങളിലേക്ക് വരുന്നു. Jesus is coming into you. യേശു നിങ്ങളിലേക്ക് Yes, വരുന്നു. praise the Lord. അതെ, ദൈവത്തെ സ്തുതിക്കുവിൻ. The Lord is here. ദൈവം ഇവിടെയുണ്ട്. He's seeing your tears. ദൈവം നിങ്ങളുടെ കണ്ണുനീർ കാണുന്നു. He will help you. ദൈവം നിങ്ങളെ You're സഹായിക്കും. saying, I have no strength, Lord. എനിക്കൊരു ശക്തിയുമില്ലെന്ന് നിങ്ങൾ Now പറയുന്നു. the supernatural power of the Holy Spirit is coming into you. പരിശുദ്ധാത്മാവിന്റെ പ്രകൃത്യാതീതമായ ശക്തി നിങ്ങളിലേക്ക് വരുന്നു. Lord Jesus, കർത്താവായ യേശുവേ, remember the blood that you shed for every one of us on the cross. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങ് ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് ഓർക്കണമേ. Wash us with your blood, Lord. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. Wash us with your blood. ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ. The blood of Jesus Christ cleanses us from all sin. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Listen to the cry of everyone, Lord. ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. Everyone who is crying for their sins to be forgiven, Lord Jesus. പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടി വിലപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നിലവിളി കേൾക്കണമേ. Wash them with your blood. അങ്ങയുടെ രക്തത്താൽ അവരെ കഴുകണമേ. Wash them with your blood. അങ്ങയുടെ രക്തത്താൽ അവരെ Let കഴുകണമേ. every sin and sinful nature and sinful addiction leave their spirits in Jesus' name. പാപവും പാപ സ്വഭാവങ്ങളും പാപത്തിന്റെ ദുശീലങ്ങളും യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ടു പോകട്ടെ. Let them be free. അവർ വിടുതൽ And പ്രാപിക്കട്ടെ. every demonic spirit bringing these sinful natures, let it leave them right now in Jesus' name. ഈ പാപ സ്വഭാവത്തിന് കാരണക്കാരായ സകല ദുരാത്മാക്കളും ഇപ്പോൾ അവരെ വിട്ടു പോകട്ടെ. Thank you for doing it, Lord. അപ്രകാരം ചെയ്യുന്നതിന് നന്ദി. Now enter into every heart. ഇപ്പോൾ എല്ലാവരിലേക്കും We പ്രവേശിക്കണം. bow before you and pray, Lord Jesus, enter into every heart, Lord. അങ്ങേക്ക് മുൻപാകെ തലകുനിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാവരിലേക്കും അങ്ങ് പ്രവേശിക്കണമേ. Now throw away your alcohol.
ഇപ്പോൾ മദ്യപാനം ഉപേക്ഷിക്കുവിൻ. Throw away your wrong relationships. തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുവിൻ. Throw away all the bad sights which you have been നിങ്ങൾ seeing. കണ്ടുകൊണ്ടിരുന്ന സകല അശ്ലീല രംഗങ്ങളും നിങ്ങൾ എറിഞ്ഞു കളയുവിൻ. Turn your heart to Jesus. ഹൃദയം യേശുവിങ്കലേക്ക് തിരിക്കുവിൻ. From now on, read the Bible ഇനി മുതൽ വേദപുസ്തകം വായിക്കുവിൻ. and worship the Lord with believers who love the Lord. ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വാസികളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവിൻ. Let your spirit be connected to the spirit of Jesus. നിങ്ങളുടെ ആത്മാവ് യേശുവിന്റെ ആത്മാവുമായി ബന്ധം സ്ഥാപിക്കട്ടെ. If you have something wrong, some division with somebody, ask for their forgiveness even tonight. നിങ്ങൾക്ക് ആരോടെങ്കിലും ഭിന്നത ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരോട് ക്ഷമ ചോദിക്കുവിൻ, അവരോട് നിരപ്പ് പ്രാപിക്കുവിൻ. God will honor you. ദൈവം നിങ്ങളെ മാനിക്കും. Jesus will honor you. യേശു നിങ്ങളെ മാനിക്കും. He will honor you as his child in this world from now on. ഇനി മുതൽ ഈ ലോകത്തിൽ തന്റെ പൈതൽ എന്ന നിലയിൽ യേശു നിങ്ങളെ മാനിക്കും. Now whatever you ask in the name of Jesus, he will give. ഇപ്പോൾ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ത് അപേക്ഷിച്ചാലും യേശു നിങ്ങൾക്ക് നൽകും.